ഹായ്. അപ്പോൾ പ്രോട്ടോടൈപ്പിൻ്റെ ജാവാസ്ക്രിപ്റ്റ് ചലഞ്ച് ഫോളോ അലോങ് ചെയ്യാൻ എന്തൊക്കെ ടൂൾ വേണമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ മസ്റ്റായിട്ട് വേണ്ട ടൂൾ ഒരു ബ്രൗസറാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം. ഇപ്പോൾ എല്ലാവരുടെ സിസ്റ്റത്തിലും ഓൾറെഡി ഏതെങ്കിലും ഒരു ബ്രൗസർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ബെറ്റർ ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് കമ്പൈലേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ചലഞ്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഓൺലൈൻ ജാവാസ്ക്രിപ്റ്റ് കമ്പൈലേഴ്സ് കിട്ടും. ഇവിടെ നമുക്ക് ഇപ്പോൾ നിലവിൽ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ ഒരു മോഡൽ ഈ കോഴ്സ് ഫോളോ അലോങ് ചെയ്യാം. രണ്ടാമത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ VS കോഡ് യൂസ് ചെയ്തിട്ടാണ്. VS കോഡ് എന്നുള്ളത് ഒരു IDE ആണ്. നമുക്ക് വേണമെങ്കിൽ നോട്ട് പാഡ് പോലെയുള്ള ടൂൾസും യൂസ് ചെയ്യാം കോഡൊക്കെ ടൈപ്പ് ചെയ്യാൻ. പക്ഷേ IDEs യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റെക്കമെൻഡേഷനും കുറച്ച് സജഷൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വരും. നമുക്കത് നോക്കാം. ആദ്യം നമുക്ക് VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. ഡൗൺലോഡ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. നമുക്കിവിടെ വിൻഡോസ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നു. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് ഫോൾഡറിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോൾഡറിൽ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫയൽ കാണും. അഗ്രിമെൻ്റ് അക്സെപ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് ഇൻസ്റ്റാൾ ആക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഏകദേശം ഡീഫോൾട്ട് തന്നെ ചൂസ് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്കൊരു ഐക്കൺ വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓപ്പൺ വിത്ത് കോഡ് ഈ ഓപ്ഷൻസൊക്കെ ചൂസ് ചെയ്താൽ നമ്മളൊരു ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോൾഡർ VS കോഡിൽ ഓപ്പൺ ആവണോ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ VS കോഡ് ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയാൽ ഇങ്ങനൊരു പോപ്പപ്പ് കിട്ടുന്നതാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ലോഞ്ച് ചെയ്യണമെങ്കിൽ ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ഈ ഒരു ഓപ്ഷൻ ഡെസ്ക്ടോപ്പിൽ ഈ ഒരു ഐക്കൺ കാണിക്കണോ എന്നുള്ളൊരു ഓപ്ഷൻ ടിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇവിടെ ഡെസ്ക്ടോപ്പിൽ കാണാം. ഇനി നമുക്കൊരു ഫോൾഡർ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ ഫോൾഡർ പ്രോട്ടോടൈപ്പ് എന്നുള്ളൊരു ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഷോ മോർ ഓപ്ഷൻസ്, ഓപ്പൺ വിത്ത് കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫോൾഡർ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ആവുന്നതാണ്. ഇതാണ് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. മറ്റൊന്ന്, നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ലെഫ്റ്റ് ടോപ്പിൽ വരുന്ന ഫയൽ എന്ന ഓപ്ഷനിൽ ഓപ്പൺ ഫോൾഡർ എന്ന് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഫോൾഡർ എടുക്കുന്നു. ഡെസ്ക്ടോപ്പിലെ പ്രോട്ടോടൈപ്പ് എന്ന ഫോൾഡറാണ്. സെലക്ട് ഫോൾഡർ. ഈ രീതിയിൽ നമുക്ക് ഒരു ഫോൾഡർ VS കോഡിൽ ഓപ്പൺ ചെയ്യാം. ഇനി മൂന്നാമത്തെ മെത്തേഡ്, നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ഈ ടോപ്പിൽ CMD എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം കോഡ് ഡോട്ട് എന്നുള്ള കമാൻഡ് പ്രൊവൈഡ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താൽ ആ ഫോൾഡർ VS കോഡിൽ ഓപ്പൺ ചെയ്യും. ഇനി നമുക്ക് VS കോഡ് യൂസ് ചെയ്തിട്ട് ഈ ഫോൾഡറിലേക്ക് ഒരു ഫയൽ ആഡ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു HTML ഫയലാണ് ആഡ് ചെയ്യുന്നത്. ഈ പ്ലസ് ബട്ടൺ, ഫയൽ പ്ലസ് എന്നുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു ഫയൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു IDE യൂസ് ചെയ്യുന്ന അഡ്വാൻറ്റേജ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ HTML എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സജഷൻസ് കിട്ടുന്നുണ്ട്. നമുക്കൊരു ബേസിക് ബോയിലർ പ്ലേറ്റ് കോഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്നുള്ള ഫോൾഡറിലേക്ക് പോവുക. ആ HTML ഫയൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഫയൽ കാണാം. നിലവിൽ അതിൽ കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു ഹെഡിങ് ടാഗ് ആഡ് ചെയ്യാം. പ്രോട്ടോടൈപ്പ് എന്ന് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. റീഫ്രഷ് ചെയ്യുന്നു. പ്രോട്ടോടൈപ്പ് എന്ന് കാണാം. നിലവിൽ ഈ ഫയൽ ഓട്ടോമാറ്റിക് സേവ് ആവുന്നുണ്ട്. അതിന് കാരണം ഫയലിൽ ഓട്ടോ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇനേബിൾഡ് ആണ്. ഇത് ഡിസേബിൾഡ് ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് കാണാം. അതിനർത്ഥം ഈ ഫയൽ സേവ്ഡ് അല്ല എന്നാണ്. നമ്മളെ ബ്രൗസറിലേക്ക് പോയി റീഫ്രഷ് ചെയ്താൽ ചേഞ്ചും കാണില്ല. നമുക്ക് Ctrl+S
അല്ലെങ്കിൽ മാനുവലായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവോ ചെയ്യണം. അപ്പോൾ ഈ ഓട്ടോ സേവ് ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്താൽ നമുക്ക് മാനുവലായിട്ട് സേവ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി സേവ് ആവും. ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്താൽ നമുക്ക് ആ ചേഞ്ചും കാണാം. നിലവിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ബ്രൗസറിൽ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ റീഫ്രഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഐക്കണിൽ എക്സ്റ്റൻഷൻ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് ലൈവ് സെർവർ ആണ്. ലൈവ് സെർവർ എന്ന് സെർച്ച് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഓൾറെഡി അത് ഇൻസ്റ്റാൾ ആയിരുന്നു. ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്താൽ ആ എക്സ്റ്റൻഷൻ നമ്മൾ VS കോഡിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ വെബ് പേജ് കാണാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ഇവിടെ ചെയ്താൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി വെബ് പേജിൽ റീഫ്രഷ് ആവുന്നതും കാണാം. അടുത്തത് ഈ ഒരു പേജിലേക്ക് എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. സ്ക്രിപ്റ്റ് SRC എന്നൊരു ഓപ്ഷൻ കിട്ടും. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ട ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. .js എക്സ്റ്റൻഷനുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഫയലിന് എന്ത് പേരും കൊടുക്കാം. തൽക്കാലം ഞാൻ script.js എന്ന് കൊടുക്കുന്നു. ഡിഫാൾട്ടായിട്ട് കൊടുക്കുന്ന പേരാണ്. എന്നിട്ട് നമ്മുടെ ഫയലിൻ്റെ പേര് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. സോഴ്സിൽ SRC = എന്നുള്ള സ്ഥലത്ത് ആ ഫയലിൻ്റെ പേര് പ്രൊവൈഡ് ചെയ്യുന്നു. script.jsൽ console.log 123 എന്ന് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിത് കാണണമെങ്കിൽ ബ്രൗസറിലേക്ക് വരിക, ഇൻസ്പെക്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തത് ഇൻസ്പെക്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, കൺസോൾ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കാണാം. നമ്മളിവിടെ എന്ത് ചേഞ്ച് ചെയ്താലും അതവിടെ റിഫ്ലക്റ്റ് ആവും. console.logൽ കൺഫ്യൂഷൻ വന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇതൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ C++ൽ COUട്ടും അതുപോലെ printf, system.out, println അതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. ഇത് വർക്ക് ആവുന്നു എന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫയലിൽ ടൈപ്പ് ചെയ്യാം. അതവിടെ കൺസോളിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, അത് വർക്ക് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കൺസോളിലേക്ക് അത് പ്രിൻറ്റ് ചെയ്യാം. ഇതേ സെയിം കൺസോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ VS കോഡും ഓൺലൈൻ ജാവാസ്ക്രിപ്റ്റ് കമ്പൈലേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ബ്രൗസറിൻ്റെ കൺസോളിൽ നമുക്ക് എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കൺസോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ലേൺ ചെയ്യാം. പിന്നെ ബ്രൗസറിൽ തന്നെ സോഴ്സസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മോർ ടാബ്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്താൽ സ്നിപ്പെറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ന്യൂ സ്നിപ്പെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ടെസ്റ്റ് എന്നുള്ളൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് ടൈപ്പ് ചെയ്യാം, നമുക്ക് റണ്ണ് ചെയ്യാം. കൺസോളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ള കൺസോളിൽ ടൈപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സോഴ്സസ് യൂസ് ചെയ്യുന്നതോ ഒരു ഗുഡ് അപ്രോച്ച് അല്ല. കാരണം നമുക്ക് ഒരുപാട് കോഡും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാനുണ്ടാവും. നമ്മളെ കോഡ് നമുക്ക് സേവ് ചെയ്യാനും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനൊക്കെ VS കോഡ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇതിനൊപ്പം തന്നെ നമ്മളൊരു എക്സ്റ്റൻഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കോഡ് കുറച്ചുകൂടി ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ സ്പേസ് ആഡായി, പിന്നെ അടുത്തത് നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തു, അടുത്ത ലോഗാണ്, ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെങ്കിൽ, കോഡൊന്ന് ക്ലീൻ ആക്കണമെങ്കിൽ നമുക്ക് Prettier എന്നൊരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. ഒരുപാട് എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്. Prettier എന്നുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇത് ഇൻസ്റ്റാളായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫയലിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ നമുക്ക് കോഡ് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തവണ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏത് ഫോർമാറ്റർ യൂസ് ചെയ്യണം, മൾട്ടിപ്പിൾ ഫോർമാറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഫോർമാറ്റർ യൂസ് ചെയ്യണമെന്ന് ചോദിക്കും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് Prettier സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഫ്ലോ ഇതാണ്. ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് ജാവാസ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കോഡൊക്കെ script.jsലായിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും കാണണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്രൗസറിലേക്ക് പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺസോൾ എടുക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഫ്ലോ. പക്ഷെ നമുക്ക് ഈ ഒരു കോഴ്സിൽ നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, അതിനുശേഷം ബ്രൗസറിലേക്ക് പോകുന്നു. ഈ ഒരു സ്വിച്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ Node.js യൂസ് ചെയ്യുന്നുണ്ട്.
Node.js എന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു റൺ ടൈം ആണ്. ബ്രൗസറിലല്ലാതെ ജാവാസ്ക്രിപ്റ്റിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം എൻവയോൺമെന്റ് ആണ് Node.js. ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മുടെ ടീച്ചിങ്ങിന്റെ കൺവീനിയൻസിന് മാത്രമായിട്ടാണ് നമ്മളിവിടെ Node.js ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ അതേ പാത്ത് ഫോളോ ചെയ്യേണ്ടവർക്ക് Node.js ഇൻസ്റ്റാൾ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് Node.js എന്ന് സെർച്ച് ചെയ്യുന്നു. Node.jsന്റെ ഒഫീഷ്യൽ സൈറ്റ് പോകുന്നു. ഇവിടെ തന്നെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഡൗൺലോഡ്സ് എന്നുള്ള അത് സേവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയാൽ സ്ക്രോൾ ചെയ്താൽ നമുക്ക് MSI ഫയൽ കാണാവുന്നതാണ്. ഡൗൺലോഡ്സ് Node.js ഡൗൺലോഡായി ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡിഫോൾട്ട് ഓപ്ഷൻസ് എല്ലാ സംഭവങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻസ്റ്റാൾ. ഇപ്പോൾ Node.js ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. നമ്മളിവിടെ സെർച്ചിൽ CMD എന്ന് ടൈപ്പ് ചെയ്താൽ മതി. കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു. നോഡ് -v എന്നുള്ള കമാൻഡ് യൂസ് ചെയ്താൽ ഏത് വേർഷനാണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുള്ള വേർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് VS കോഡ് എടുക്കാം. VS കോഡിലെ വ്യൂവിൽ ടെർമിനൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെയായിട്ടോ സൈഡിലായിട്ടോ നിങ്ങൾക്കൊരു ഓപ്ഷൻസ് വരും. ടെർമിനൽ ഓപ്ഷൻ വരും. ഇത് നേരത്തെ കണ്ട കമാൻഡ് പ്രോംപ്റ്റിന് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോഡിൻ്റെ വേർഷനും കാര്യങ്ങളും ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റൺ ചെയ്യാനുള്ള ഫയൽ script.js ആണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു എറർ കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഞാൻ നോഡ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഈ ഒരു എറർ വരികയാണെങ്കിൽ ക്ലോസ് ചെയ്യുക. ഒരു തവണ കൂടി പ്രോട്ടോടൈപ്പ് എന്നുള്ള ഫോൾഡർ നമുക്ക് ഏത് ഫോൾഡറാണോ വേണ്ടത് ആ ഫോൾഡർ VS കോഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക. വ്യൂവിൽ പോയി ടെർമിനൽ ചൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് കീബോർഡിലെ Ctrl ടിൽഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ടിൽഡ് എന്ന് പറയുന്നത് 1 ലെഫ്റ്റ് ആയിട്ടുള്ള കീ ആണ്. Ctrl പ്രസ് ചെയ്യുന്നു, ടിൽഡ് യൂസ് ചെയ്യുന്നു, ടെർമിനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോഡ് -v എന്നുള്ള കമാൻഡ് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് വേർഷൻ അവിടെ കാണാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നോഡ് നിലവിൽ അവൈലബിൾ ആണ്, സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് script.js എന്നുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയൽ റൺ ചെയ്യണമെങ്കിൽ നോഡ്, അതിനുശേഷം നമുക്ക് റൺ ചെയ്യേണ്ട ഫയലിൻ്റെ പേര് script.js അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്താലും എക്സ്റ്റൻഷൻ, കാരണം ജാവാസ്ക്രിപ്റ്റാണ് റൺ ചെയ്യുന്നത്, നോഡിന് ഓൾറെഡി അറിയാം. അപ്പോൾ നോഡ് സ്ക്രിപ്റ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്ക്രിപ്റ്റ് എന്നുള്ള ഫയലിൻ്റെ ലൊക്കേഷനും ടെർമിനൽ എവിടെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എറർ കിട്ടാതിരിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് റൺ ചെയ്യുന്ന ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്പൺ ഇൻ ഇൻ്റഗ്രേറ്റഡ് ടെർമിനൽ എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ഫയലിൻ്റെ ലൊക്കേഷനിൽ തന്നെ ഓപ്പൺ ചെയ്യും. അതിനുശേഷം നമുക്ക് കമാൻഡ് പ്രൊവൈഡ് ചെയ്യാം.